ഹായ്, എനിക്കുണ്ടല്ലോ ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായേ. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കമ്പനിക്കാരായിക്കോട്ടെ, നിങ്ങളെപ്പോണക്ക് ചെറുകിട ബിസിനസ്സുകാരായിക്കോട്ടെ, സാധനം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് പറയും ഹോം മെയ്ഡ് സാധനമാണ്, ഒരു വിഷവും അടിച്ചിട്ടില്ല, ശുദ്ധമായ സാധനമാണെന്ന്. ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായ കാര്യമാണ് പറയുന്നത്. ഞാനിപ്പം കുമിളിയിൽ ഈ സമയമില്ലാത്ത സമയത്ത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. ഞാൻ ഇവിടുന്ന് ആ സാധനങ്ങളെല്ലാം കൊണ്ടിരുന്നത് നിങ്ങളുടെ ഇടയ്ക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മീനും ബീഫും ഒഴിച്ച് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ ഇവിടുന്നാ കൊണ്ടുവരുന്നത്. പിന്നെ പച്ചമരുന്നുകൾ ഇടുക്കിന്നുമാ കൊണ്ടുവരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയും വെറുതെ പറയുന്ന, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില വരെ ഞാൻ ഇവിടുന്നാ കൊണ്ടുവരുന്നത്. ബാ, ഇത് കണ്ടോ, ഇതുപോലെ 100 കണക്കിന് കറിവേപ്പിലകൾ നല്ല തഴിച്ചു കുഴച്ചു നിൽക്കുന്നതാണ്. ഇതിനൊന്നും ഒരു വളവും ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാണ്ടേ നമ്മുടെ ഓയിൽ ചേർക്കുന്ന മൈലാഞ്ചിയാണ് ഇത് കേട്ടോ. ഇതിന്റെയൊക്കെ വലിയ ചുവടുകളാ, മരം പോണക്ക ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോ ഞാനൊരു ചെറുതിന്റെ ചോട്ടിൽ നിന്ന് കാണിക്കുന്നതാണ്. പിന്നെയും വായോ, ഇത് കണ്ടോ, അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഇതിപ്പോ ഞങ്ങളും ഇങ്ങോട്ട് വരുന്നില്ല. ചേച്ചിയൊക്കെ ചേട്ടനൊക്കെ ആണെങ്കിലും വീട് അടഞ്ഞു കിടക്കും. അവര് മൂത്ത മോന്റെ കൂടെ ഒമാനില്ല, അവര് പോയിട്ട് ഇപ്പൊ 3-4 മാസം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാടും പള്ളയൊക്കെ പിടിച്ച് കിടക്കുന്ന കേട്ടോ. ഇതുപോലെ ഒരുപാട് ചുവടുകൾ പുറകിൽ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, വായോ, ഇതും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ നിൽക്കുന്നത് കറിവേപ്പൊക്കെ, ഒരു വളവും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ചുവടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കണ്ടോ. പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യം കാണിച്ചു തരാവേ. ഗർഭിണികളും കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയും ചെറിയ പേടിയൊക്കെ തോന്നുന്നവരൊക്കെ അത്യാവശ്യം നമ്മൾ വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു സാധനമാണ്. ഇത് ഉണങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന് പറയും അരൂത എന്ന് പറയും, അരൂത. ഇതിന് ഭയങ്കര ഒരു സ്മെല്ലും ഒക്കെയാ. ഓ, എൻ്റെ അമ്മ മത്തടിക്കുന്ന മണം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ കുമിളി മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ഇതേ ഒരുതരം പേരയ്ക്കയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ഭയങ്കര പുളിയായി ഈ പേരയ്ക്കായ്ക്ക്. ഇത് നിങ്ങൾ ആരെങ്കിലും കാണുവോ, തിന്നുവോ, ഇത് അറിയാവുന്നതുമാണോ? ഇത് കണ്ടോ, ഇത് പേരയ്ക്കയാണ്. ഇത് ഭയങ്കര കൊട്ടംപുളി പോലത്തെ പുളിയാ ഇതിന്. അപ്പൊ നിങ്ങളെല്ലാവരും ഏകദേശം കണ്ടല്ലോ. ബാക്കി വീഡിയോകളെല്ലാം ഒറിജിനലായിട്ട് നിങ്ങളുടെ അടുക്കൽ അടുത്ത ദിവസങ്ങളിലെല്ലാം എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വിശ്വാസമായെന്ന് തോന്നുന്നു. കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല.